ഇനി ഒരിക്കൽ പോലും എന്റെ പെർമിഷനിലുണ്ട് എന്റെ ശരീരത്തിൽ തൊട്ട ചിലപ്പോൾ നീ ഇങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യാം. നീ അങ്ങനെ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഈ ജസ്വിൻ ഓവറാണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. എന്തായാലും ഈ അടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഹോ, അപ്പോ അടി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്നോട് ഇങ്ങനെ വല്ലതും ചെയ്ത ഇതിനി ഡെയിലി പ്രതീക്ഷിക്കാം. എന്റെ പൊന്നു മോളെ, ഈ അടിക്ക് എന്റെ മുമ്പിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഇത് നീ ആയിപ്പോയി, അതുകൊണ്ട് മാത്രം ഞാനത് വെറുതെ വിടുക. തന്റെ ഈ ഡയലോഗും തന്റെ ഈ ആക്ഷൻ കണ്ട് വേറെ ആരെങ്കിലും പേടിക്കായിരിക്കും. പക്ഷെ ആ കൂട്ടത്തില് ഈ ഡേവിഡിനെ കൂട്ടണ്ട. അതെ, നിനക്ക് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ പേടിച്ചാണ്. പക്ഷെ നീ പിടിച്ചില്ല. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഇറ്റ്. എന്തായാലും എന്നെ കണ്ട് എന്റെ പെണ്ണ് തന്നെ പേടിച്ച അതെങ്ങനെ ശരിയാവാ? നീ പേടിക്കാത്തപ്പോഴല്ലേ എനിക്ക് പേടിപ്പിക്കാൻ തോന്നത്തുള്ളൂ. ഒന്നവിടെ നിന്ന് നീ. പപ്പ എല്ലാം കണ്ടല്ലേ? പപ്പ മാത്രല്ല ഞാനും ഉണ്ട്. എന്റെ ജസ്മിൻ, നീ ഇപ്പം മുഴുതില്ല ദിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. അറ്റ്ലീസ്റ്റ് അവളൊരു പെണ്ണ, അതിനനുസരിച്ചുള്ള റെസ്പെക്ട് നീ കൊടുക്കണം. എന്റെ മോളെ ഞാൻ ഇങ്ങനെയല്ല വളർത്തിയത്. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവളെ ടീസ് ചെയ്യാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ട് കൂടിയില്ല. ശരി ശരി, ആയിക്കോട്ടെ. നീ എന്തിനാ ദിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവൾക്ക് കുറച്ച് ടൈം കൊടുക്കാം. ഉറപ്പായിട്ടും അവൾക്കതിനെ മനസ്സിലാവും. പപ്പ, ഇതുവരെ പറഞ്ഞതിലും ചെയ്തതിലും എനിക്കിതുവരെ തെറ്റായിട്ട് തോന്നിട്ടില്ല. ദെൻ അവൾ അക്സെപ്റ്റ് ചെയ്താലും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ജസ്വിൻ, നീ എന്താടാ ഇവിടെ ഇരിക്കുന്നേ? ഇന്ന് നിന്റെ ഫസ്റ്റ് മീറ്റ് ആയിട്ട് നീ നിന്റെ പെണ്ണുമ്പയുടെ കൂടെ പോയിരിക്കടാ. നീ എന്താണ് ഇവിടെ ഇരിക്കണേ? എടാ, ഞാൻ ഒട്ടും ഓക്കെ അല്ലടാ. അതെന്താടാ നീ ഓക്കെ അല്ലാത്തെ? എന്താണ് കൊച്ചിന് പറ്റിയേ? എന്റെ പെണ്ണുമ്പിള്ള എന്നെ അടിച്ചടാ. എടാ മുത്തേ, അവള് പെണ്ണാടാ. അല്ലെ തന്നെ നിന്റെ പാർസലിൽ 2 അടി കുറവുണ്ടായിരുന്നു. അത് അവളായിട്ട് അങ്ങ് ചെയ്തു. എനിക്ക് സന്തോഷം. എടാ, നീ എന്റെ ഫ്രണ്ടാണോ അത് അവളുടെ ഫ്രണ്ടാണോ? ഓഫ് കോഴ്സ് ഞാൻ നിന്റെ ഫ്രണ്ടാ. അല്ല, അവൾ എന്തിനാ തല്ലിയേ? അത് പിന്നെ ഞാൻ അവളെ ഒന്ന് കയറി പിടിച്ചു. ഓഹോ, അപ്പൊ നീ ജസ്റ്റ് ഹഗ് ചെയ്താനാണോ അവൾ നിന്നെ അടിച്ചത്? ഇന്ന് കേസ് കൊടുക്കണം പിള്ളേച്ചാ, കേസ് കൊടുക്കണം. വേണ്ടടാ, കേസൊന്നും കൊടുക്കണ്ടടാ. അവൾ എന്റെ ഭാര്യയാടാ. ആ, എനിക്ക് വേണ്ട. എന്നാ നീ തന്നെ പറ, നമ്മൾ എന്ത് ചെയ്യും? എടാ, അവൾ എന്റെ പുറകെ വേണം. എന്നിട്ട് അവള് പറയണം ഈ ജസ്വിൻ ഇല്ലാണ്ട് അവക്കൊരു ജീവിതം ഇല്ലെന്ന്. ആ, ബെസ്റ്റ്. നോക്കിയിരുന്നു, ഇപ്പൊ വരും. എടാ, എന്നാലും ആകെ എങ്ങനെ തോന്നിയിടാ എന്റെ നിഷ്കളമായ മുഖത്തോട് നോക്കി അടിക്കാൻ. ഇതുവരെ ഒരിക്കൽ പോലും എന്റെ നേരത്തെ കൈവച്ചിട്ടില്ല. ആദ്യമായിട്ടൊരു പെണ്ണ്. ആ, അതാ നീ ഇങ്ങനെ പോയത്. അല്ലേ തന്നെ ഇതൊക്കെ നേരത്തെ കിട്ടിപ്പിടിക്കണം. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓടാ നാരികളെ, ഒന്നുമില്ല. ഇപ്പൊ എന്റെ അവസ്ഥ നോക്ക്. എന്റെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ഞാനിപ്പോ നിന്റെ കൂടെ തിരിക്കേണ്ടി വന്നില്ലേ? ലോകത്തിലെ ആദ്യ സംഭവമായിരിക്കും ഫസ്റ്റ് നൈറ്റിൽ സ്വന്തം അച്ഛനോട് കണ്ടു വരുന്നത്. എന്റെ ദൈവമേ, ഇവിടെ ആരുമില്ല ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. അല്ല, അപ്പൊ നിന്റെ പെണ്ണെന്തേ?
അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കും. അവൾ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടതില്ല. പക്ഷെ ഞാനത് തെളിയിച്ചു കൊടുക്കും അത് വെറും റോങ് ഡിസിഷൻ ആണെന്ന്. എന്തായാലും എന്റെ പൊന്നുമോൾ സോടെ കിടന്നുറങ്ങട്ടെ. അവളെ കൂടെ തന്നെ ഞാൻ പറയിക്കും. അവള് എന്റെ ജസ്റ്റിന്റെ കൂടെ റൂമിൽ കിടന്നോളാണ്. ആ മക്കൾ എഴുന്നേറ്റോ? ഇത്ര നേരത്തെ എഴുന്നേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ബോഡി ഫുൾ ടയർഡായിരിക്കും. കുറച്ച് ലേറ്റ് ആയിട്ട് മതിയായിരുന്നു. അമ്മ ജസ്വൻ എന്തി? അവന്റെ കാര്യം പറയാതിരിക്കാൻ വേണം. രാവിലെ തന്നെ ഒരുങ്ങി ഇരട്ടായിട്ട് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ആഹാ, രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയോ? അല്ല, അവൻ വന്നപ്പോ നീ ഇന്ന് സമ്മതിച്ചു ഓഫീസിൽ പോവാൻ? ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ട് അവനെന്തിനാ ഓഫീസിൽ പോയത്? അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞോടെ അവൻ ഓഫീസിൽ പോയിരിക്കുന്നു? അവൻ ഓഫീസ് കഴിഞ്ഞ ബാക്കി എന്തുകൊള്ളു? ആദ്യം ഓഫീസ്, പിന്നെയുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളവരോട് ഞാൻ എന്ത് പറയാനാ? പറഞ്ഞിരിക്കും തോന്നുന്നുണ്ടോ? അല്ല, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? അച്ഛനാ? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റിന്റെ കാര്യം പറയായിരുന്നു. ഇന്നലെ സ്പെഷ്യൽ ഡേ ആയിട്ട് രാവിലെ തന്നെ ഓഫീസിൽ പോയിട്ടുണ്ട്. ഓഫീസിലെ കാര്യങ്ങളോട് മാത്രം അവനോടൊന്നും പറഞ്ഞു വെക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്ന കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുക ഇതൊന്നും വേണ്ടായിരുന്നെന്ന്. അത് ശരിയാണ് നീ പറഞ്ഞത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുകൊടുക്കുന്നത് ശരിയല്ല. ഇത് നിങ്ങൾ രണ്ടുപേരാ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പോ അവൻ താലി കിട്ടിയ ഒരു പെണ്ണ് അവന്റെ വീട്ടിലിരിപ്പുണ്ട്. അവളെ നോക്കേണ്ടതും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും ഒരു ഹസ്ബൻഡ് എന്നതിൽ അവന്റെ റെസ്പോൺസിബിലിറ്റി. അത് അവൾ നീ പറഞ്ഞു കൊടുക്കണം. ഞാനിന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. അയ്യോ, എന്താ ചേച്ചി? എന്തെങ്കിലും വയ്യാടിക്കണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കറിയാലോ, ആനന്ദ് ഇപ്പോഴും ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലാക്കിയ ശേഷം എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവനൊന്ന് കാണാൻ വേണ്ടി പോകാനായിട്ടാ. അത് ശരിയാ. ഒന്ന് ചെന്ന് കാണും നല്ലതാ. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പെർമിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടല്ലോ? ഡി, എന്താ പറ്റിയ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ദിയ, നീ എന്തിനാ കരയുന്നേ? എന്ത് വന്നാൽ നിന്നോട് ഞാനുണ്ട്. നീ നീ പണ്ടത്തെ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ആനന്ദ്, എന്നെ കൊണ്ട് കല്യാണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ തന്നെ ആലോചിച്ച് നോക്ക്. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ എന്നോട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഞാൻ അവന്റെ ഭാര്യ. അതിനനുസരിച്ചുള്ള വെല്ലുവിളികൾ ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ടവൻ. എന്റെ പേടിയാവുന്നു. ഈ ഒരു കാലത്ത് എനിക്കും നിന്റെ പേരൻസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ നിന്റെ ഹസ്ബൻഡാ. ആ ഒരു കാര്യത്തില് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു കാര്യത്തില് നിന്നെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ശരി, അതൊക്കെ വിട്. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? അതെന്ത് ചെയ്യാനാ? നിന്റെ കെട്ടി നിന്നെ തല്ലി ഒടിച്ചിട്ടേക്കല്ലേ? കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താ പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ. ആനന്ദ്, ഐ എം സോറി.
ജസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സോറി പറയാം. ഒരു രീതി പറഞ്ഞ ഞാനും കൂടെ കാരണല്ലേ ഇപ്പോ ഇങ്ങനായത്. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലിപ്പോ നിന്റെ തെറ്റൊന്നുമില്ല. എനിക്ക് അവനെ കുറിച്ച് നീ എപ്പത്തൊട്ട് പറഞ്ഞു, അപ്പത്തൊരു ഡൗട്ട് തോന്നിയതാ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. എന്ത് മനസ്സിലായെന്നാ? പിന്നെ ഒരു കാര്യം, ഇതിനെ നീ ലവ് എന്ന് മാത്രം പറയരുത്. അതൊന്നും എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. എന്തോ എനിക്കങ്ങനെ തോന്നി. പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റിനോട് തന്നെ ചോദിക്കണം അവൻ എന്താ അതിനോടുള്ള ഫീലിങ്സ് എന്ന്. അവൻ എന്നോടുള്ള ഫീലിങ്സ് എന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈഗോ. അതിനെ ലവ് എന്നുള്ള പേര് അർത്ഥം കൊടുക്കരുത് പ്ലീസ്. പിന്നെ ഈ ഈഗോ കൊണ്ടുണ്ടാവുന്നത് ലവ് അല്ല. ഏയ് നീ അവന്റെ കാര്യം വിട്, നമ്മുടെ കാര്യം പറ. അല്ല, പുതിയ വീട്ടില് അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ആ, വീടൊക്കെ കൊള്ളാം. നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മ, നല്ലൊരു മുത്തശ്ശൻ, പിന്നെ നല്ലൊരു അനിയൻ. ആ ഒരു കാര്യത്തില് ഞാൻ ഭയങ്കര ലക്കിയാ. അത് കേട്ടാ മതി, അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നീ ഇപ്പൊ തന്നെ പോവാണോ? ഏയ്, നിന്നെ ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴാണ് ഞാൻ കുറച്ച് നോക്കിയത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ മമ്മി, ദിയ എവിടെ? റൂമിൽ നോക്കിയിട്ട് അവളെ കണ്ടില്ലല്ലോ. ആ, ദിയമോള് ഹോസ്പിറ്റൽ വരെ പോയിക്ക. എന്ത്? ഹോസ്പിറ്റലോ? അല്ല, ദിയക്ക് എന്താ പറ്റേ? എടാ, അവക്കൊന്നും പറ്റില്ല. നീ അടിച്ച ആനന്ദ് ഹോസ്പിറ്റലല്ലേ, അവനെ കാണാൻ പോയേക്ക. ഓ, അവനെ കാണാൻ പോയതാണോ? അല്ല, ഇത്രയും ലേറ്റ് ആയില്ലേ? ഒന്നും വിളിച്ചില്ല? എടാ, എന്നെ വിളിച്ച് പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും, കുഴപ്പമില്ല വന്നേക്കാണ്. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ദിയ, ഒന്നവിടെ നിന്നേ. എന്താ തനിക്ക് വേണ്ടേ? അല്ല, നീ എവിടെ പോയിട്ട് വരുമോ? ഞാൻ എവിടെ പോയാലും തനിക്കെന്താ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. ആ മറ്റവനെ കാണാൻ പോയതായിരിക്കല്ലേ? എന്നെ വിട്ടാണ് പറഞ്ഞത്. താൻ എന്തിനാ എന്റെ പുറകിൽ അതിന്റെ വഴക്കുണ്ടാക്കുന്നത്? എന്റെ പൊന്നു മോള് മര്യാദ കടന്നു. പിന്നെ കൺട്രോളോട് ഞാൻ വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാ പിന്നെ എന്നൊന്നും കണ്ട കാര്യമില്ല. എനിക്ക് എന്താ വേണ്ടത്? താനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണോ? അതിന് വേണ്ടിയിട്ടല്ലേ താനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ദിയ, നിന്റെ ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് എപ്പോഴേ സ്വന്തമാക്കാം. വേണമെങ്കിൽ ഈ നിമിഷം ഇപ്പൊ തന്നെ എനിക്ക് നിന്നെ സ്വന്തമാക്കാം. അതിനിപ്പോ എന്റെ പേരൻസിന്റെയോ നിന്റെ പേരൻസിന്റെയോ എന്തിന്, നിന്റെ പെർമിഷൻ പോലും എനിക്ക് ആവശ്യമില്ല. അതിന് ഈ ജസ്വിന് പണ്ടേ കഴിയും.
पाया तुझको मेरे रहनुमा. ജസ്വിൻ